ഇന്ന് നമ്മൾ വട്ടയിലയിൽ ഗോതമ്പ് പൊടിയും പഴവും തേങ്ങയും ശർക്കരയും ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരത്വമാണ് നമ്മൾ പറയുന്നത്. അതിനായി നമ്മളൊരു പാത്രത്തിൽ 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അതിനുശേഷം അതിലേക്ക് ചേർക്കാനായിട്ട് 2 കപ്പ് തേങ്ങ, 2 കപ്പ് ശർക്കര പൊടിയാണ്, ഉണ്ടപ്പൊടി നമുക്ക് കടയിൽ കിട്ടും വാങ്ങിക്കാൻ, അതാണ് എടുത്തിരിക്കുന്നത്. പഴം 4 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ ഒരുപാട് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ 4 മണിക്കൊക്കെ ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. അതേപോലെ തന്നെ ആരോഗ്യത്തിനുമൊക്കെ വലിയ പ്രശ്നമില്ല, എണ്ണമയം ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഏലക്ക പൊടിയും നമ്മൾ ഏലക്കയുടെ കുരു മാത്രമാണ് എടുക്കുന്നത്, തൊലി കളഞ്ഞിട്ട് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. അത് മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഒട്ടും വെള്ളം ചേർത്തല്ല അരച്ചത്. അപ്പോൾ അത് അരഞ്ഞു വന്നപ്പം അതിനകത്ത് എല്ലാം ചേരുമ്പോൾ നല്ല വെള്ളമയം കാണും. പിന്നെ മധുരം എടുത്തറിയാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കുന്നു. ഇളക്കി മാവ് ഒരു തീരെ അങ്ങ് കട്ടിയാകാൻ പാടില്ല. ഒരു മയത്തിനും ഒരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ 1 സ്പൂൺ നെയ്യും ചേർത്തു. ഇത് നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പം അത് നല്ല മയം വെന്ത് വരുമ്പോൾ അപ്പം നല്ല മയം കാണും. അതിനുശേഷം നമ്മൾ വട്ടയിലയിൽ നമ്മൾ 1-1.5 സ്പൂണ് കോരി വെച്ചാൽ നമുക്ക് ഒരു വട്ടയിലയിൽ വെച്ചിട്ട് നമ്മൾ ഇത് പൊതിഞ്ഞ് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി വേവിച്ചെടുക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരത്തിന് നല്ല രുചിയും അതുപോലെ തന്നെ നല്ല മണവുമാണ്. ഇതേപോലെയുള്ള പലഹാരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.